നല്ല മഴയാണ്. സാധാ മഴയത്ത് വൈകുന്നേരത്ത് ഒരു ചായയും പഴംപൊരിയല്ലേ കഴിക്കുക. നമ്മളിന്ന് ചായയുടെ കൂടെ ചക്കയാണ് പൊരിക്കാൻ പോകുന്നത്. ചക്കപ്പഴം പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ പൊരിച്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്കത് കാണാം എങ്ങനെയാണ്. അതിനായിട്ട് നമ്മൾ വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അധികം പഴുക്കാത്ത വരിക്കച്ചക്കയാണ് കേട്ടോ. I wish I could give you up, but you're my new favorite drug. Enter into my blood, run with my toxic love. Look how you make me happy. ചക്ക നന്നായി ഒരുക്കണം. അതിൻ്റെ കുരുവും ചകിണിയും എല്ലാം നമ്മൾ കളഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ, അതായത് മുറിഞ്ഞു പോകാത്ത രീതിയിൽ വേണം ചക്ക എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മൈദയും പഞ്ചസാരയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ എന്താ പറയുക കുറച്ച് ഏലക്കയും ഉപയോഗിക്കാറുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് ഇതിലേക്ക്. കാക്കിലോ മൈദ, അതിലേക്ക് 1 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂൺ പഞ്ചസാര, പിന്നെ 1 നുള്ളുപ്പ്. ഇത്രയാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളം കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പഴംപൊരിയൊക്കെ വറുത്ത് കോരുന്നത് പോലെ നമുക്ക് കോരിയെടുക്കാം. അതിലേക്ക് പാം ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ ചക്കച്ചോള ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നന്നായിട്ട് മുക്കി എണ്ണയിലേക്ക് ഇടുകയാണ്. You're my new favorite drug. Enter into my blood, run with my
തിരിച്ചും മറിച്ചും ഇട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചായയുടെ കൂടെ കഴിക്കാവുന്നതാണ്. Look how you make me. വീട്ടിലെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണിത്. എല്ലാവർക്കും ഇപ്പം ചക്കയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്